ലൈവിൽ അപ്പം ശ്രീതുവും അർജുനും റസ്മിനും ഒക്കെ പുറത്തിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീതു ഫുഡും കഴിച്ചുകൊണ്ട് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു റസ്മിന്റെ അടുത്ത്. അപ്പോഴാണ് അർജുൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നത്. ആയിട്ട് റസ്മിന്റെ ഇപ്പുറം ഇരിക്കും. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്ന കഴിഞ്ഞിട്ട് ഇവർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവാണ്. ഇവരൊന്നും തന്നെ മിണ്ടുവൊന്നും ചെയ്തില്ല. റസ്മിന്റെ അപ്പുറം ഇപ്പുറം രണ്ടുപേരും ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റസ്മിൻ പറയും രണ്ടുപേരും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടിക്കൂടെ എന്നുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നൊക്കെ റസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്നിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീതു അർജുന്റെ നേരെ അങ്ങനെ കണ്ണു കൊടുക്കുന്നില്ല. ശ്രീതു അഭിഷേക് ശ്രീകുമാറിന്റെ നേരെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഒന്നിച്ചിരുന്ന് കാര്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. അർജുന്റെ ഇപ്പുറം ജാസ്മിൻ ഇരിക്കുന്നുണ്ട്, അപ്പുറം അൻസിബിയൊക്കെ ഇരിക്കുന്നുണ്ട്. ലൈവിൽ പിന്നെ സിജോയും സായും അതുപോലെ തന്നെ ജിൻഡോയും കൂടി നോമിനേഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നന്ദനെ PH ആരും നോമിനേറ്റ് ചെയ്യേണ്ട, അപ്പം നന്ദന സേവ് ആവുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മിക്കവാറും ഇതൊക്കെ പണി കിട്ടാൻ പോകുന്നത് സായിക്ക് തന്നെയാണ്. സായിയുടെ വിചാരം സായിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നന്ദന അവിടെ സേവ് ആവുകയും സായ് നോമിനേഷനിൽ വരുവാണെങ്കിൽ സായ് പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇനിയിപ്പോൾ ലൈവിൽ അപ്പോൾ അപ്സരയുടെ അമ്മ വരുന്നതായിരിക്കും.